ഹലോ, അസ്സാം വലൈക്കും. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന വെള്ള കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിനു വേണ്ടി ഒരു ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അത് തലേന്ന് രാത്രി തന്നെ കുതിർക്കാൻ വേണ്ടി വെച്ചിരുന്നു. ഒരു 4 മണിക്കൂറെങ്കിലും ഇത് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കണം. ഇതിലെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ഗ്ലാസ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൽ 1/2 ഗ്ലാസ് തേങ്ങ ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി നമ്മൾ മാറ്റി വെക്കുകയാണ്. അടുത്തത് ഇതിലേക്ക് 1/2 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇതുപോലെ അരിയുടെ ഒപ്പത്തിനാണ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. ഇതൊരു ഗ്ലാസോളം വരും. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. നമുക്ക് വേണമെങ്കിൽ ഇത് പ്ലെയിൻ ആയിട്ടും അരച്ചെടുക്കാം. തേങ്ങയും അതുപോലെ തന്നെ വലിയ ജീരകമൊന്നും ചേർക്കാതെ പ്ലെയിൻ ആയിട്ടും അരച്ചെടുക്കാം. അല്ലെങ്കിൽ ഇതിലേക്ക് ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ വലിയ ഉള്ളിയൊക്കെ ചേർത്ത് കൊടുത്ത് അങ്ങനെയും അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി. കൂടുതൽ ലൂസ് ആവാനും പാടില്ല, അതുപോലെ തന്നെ നല്ല തിക്ക് ആവാനും പാടില്ല. ഇനി ഇത് നമുക്ക് ഇപ്പോൾ തന്നെ റെഡിയാക്കി എടുക്കാൻ കൂടുതൽ സമയം ഇത് വെക്കാൻ പാടില്ല. അതിന് വേണ്ടി ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിക്ക് പകരം നിങ്ങൾക്ക് വലിയ ഉള്ളിയും എടുക്കാം. അത്യാവശ്യം കുറച്ച് വലിയ സോസ് പാൻ തന്നെ എടുക്കുക. കാരണം കുഞ്ഞു സോസ് പാനൊക്കെ ആണെങ്കിൽ ഇത് കൽത്തപ്പത്തിന് ഭയങ്കരമായിട്ട് കട്ടിയായിരിക്കും. അപ്പോൾ കഴിക്കാൻ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരുപാട് വലിയ പാത്രമാണെങ്കിൽ തീരെ കട്ടിയും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ മാവിൻ്റെ അളവിനനുസരിച്ചുള്ള പാത്രം എടുക്കുക. കൽത്തപ്പം കൂടുതലായിട്ട് കട്ടിയാവാനും പാടില്ല, അതുപോലെ തന്നെ തീരെ കട്ടി കുറയാനും പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ചെറിയുള്ളി വറുത്തെടുക്കാം. കരിയാൻ പാടില്ല. ചെറിയുള്ളി ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് തീ ഹൈ ഫ്ലെയിമിലാക്കി കൊടുത്ത് മാവ് ഒഴിച്ച് കൊടുക്കാം. മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ചട്ടി നല്ല പോലെ ചൂടുണ്ടായിരിക്കണം. ഇതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ തിളച്ചു കൊണ്ടിരിക്കണം. ഇനി സൈഡിലായ ഉള്ളിയൊക്കെ നമുക്ക് ഇതിൻ്റെ നടുവിലേക്ക് ആക്കി കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 35 to 40 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ കൽത്തപ്പം ഇവിടെ നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് വേറെ ചട്ടിയിലോട്ട് മാറ്റി നമുക്കിതിൻ്റെ ഫ്രണ്ട് ഭാഗം കൂടി ഒന്ന് മുരിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് മുരിച്ചെടുത്താൽ മതി. ഇത് നമുക്ക് 2 ടൈപ്പിൽ കഴിക്കാം. കറി കൂട്ടിയിട്ട് ഇങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് കഴിക്കാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്യാം. നമുക്ക് ഒന്ന് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ ഒരു ഭാഗം ഇതുപോലെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ടെർമറിക് പൗഡർ, ഒരു പിഞ്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്കിത് ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള കൽത്തപ്പം കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ചൂടായ വെളിച്ചെണ്ണയിലിട്ട് നമുക്ക് മീനൊക്കെ പൊരിച്ചെടുക്കുന്നത് പോലെ തിരിച്ചും മറിച്ചും ഇട്ട് പൊരിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ. നമുക്ക് ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ രാവിലെ കറിയൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ളവർക്ക് ഇങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്കിത് ഏത് കറീൻ്റെ കൂടിയും കഴിക്കാം. നോൺ വെജ് ആണെങ്കിലും വെജ് ആണെങ്കിലും ഒക്കെ കഴിക്കാം. പുളിയിട്ട മീൻ കറിയൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ മീൻകറിയും അപ്പമൊക്കെ കൂട്ടി കഴിക്കുന്നത് പോലെ ഇരിക്കും. ഇവിടെ ഇപ്പോൾ മീൻ കറിയുടെ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുത്ത ഒരു എഗ് കറിയുടെ കൂടെയാണ് ഇത് കഴിക്കുന്നത്. ഈ കറിയുടെ റെസിപ്പി മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരുന്നു ഈ കറിയുടെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും പുതിയ റെസിപ്പിയുമായി വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.